ഖാൻ യൂനിസിൻ്റെ മേഖലയിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്തു. അവരുടെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് പ്രാധാന്യമായ രീതിയിൽ അവർ കാണിക്കുന്നത് 2 ബന്ദികൾ ഈ മേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടാനുണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ നടക്കുന്ന രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടലാണ്. മലമുകളികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ആയുധധാരികൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു. ബങ്കറുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടും അവർ ആക്രമിക്കുന്നു. വളരെ പെട്ടെന്ന് കരയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈനികർക്ക് സാധിക്കാത്ത വിധം പ്രയാസം തീർക്കുകയാണ് ഈ മേഖലയിൽ നിന്നെല്ലാം ഇവർ ചെയ്യുന്നത്. അതോടനുബന്ധിച്ച് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റുമുട്ടൽ നടത്തി എന്നുള്ളതും, ഒരു ബങ്കറിലേക്ക് ഇസ്രായേലിൻ്റെ സൈനികർ ഈ ബന്ദികളെ അന്വേഷിച്ച് പോകുന്നതിനിടയിൽ ഒരുപക്ഷെ ബോംബ് സ്ഫോടനത്താലോ അതല്ലെങ്കിൽ വെടിവെപ്പിനാലോ ആയിരിക്കാം ഈ 2 ബന്ദികൾ കൊല്ലപ്പെട്ടത്. ഗാദി ഹഗായി എന്ന് പറയുന്ന 72 വയസ്സുകാരനും ജൂതി വെയിൻസ്റ്റീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 70 വയസ്സുള്ള ഭാര്യയുമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇത് ഇസ്രായേൽ വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധത്തിന് ഇടയാക്കി. ബലി കൊടുക്കുകയായിരുന്നു ബന്ദികളെ എന്ന് പ്രക്ഷോഭകാരികൾ ഇസ്രായേൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്.